പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ രാവിലെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഗവർണർ ഒരു പക്ഷേ ഈ സിൻഡിക്കേറ്റ് യോഗത്തിനെതിരെ കർശന നിലപാട് സ്വീകരിക്കും എന്നായിരുന്നു. അത്തരത്തിൽ ഒരു നിലപാടിലേക്കും ഗവർണർ കടന്നിട്ടില്ല. ഒരു മാധ്യമങ്ങളെ കാണുകയാണ്. അതിനുശേഷം ഡി ബിനോയിലേക്ക് തന്നെ മടങ്ങി. വിദ്യാർത്ഥി വിഷയങ്ങൾ വിസിയുടെ മേശപ്പുറത്ത് തുറന്ന അടഞ്ഞ കടലാസായി ഫയലുകളായിരിക്കാം. അതൊന്നും ഒപ്പിടാൻ അവർക്ക് സമയമില്ല. അതിലൊന്നും തിരിഞ്ഞു നോക്കാൻ അവർക്ക് സമയമില്ല. അവരെന്താ കാട്ടിക്കൊണ്ടിരിക്കുന്നത്? ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുക. ഇവിടെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ പുറത്താക്കി. ഇവിടെ വിദ്യാർത്ഥി വിഷയങ്ങൾക്ക് വേണ്ടി സമരമുയർത്തുന്ന SFIക്കാരെ കൈകാര്യം ചെയ്തു. ഇങ്ങനെ ഈ സർവകലാശാലക്കകത്ത് ഇരുന്നു പോകാം എന്നാണ് വിസിയുടെ രാജാവെന്ന് വിസി കരുതുന്ന ഗവർണറും വിചാരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട വിസിമാരെ, പ്രിയപ്പെട്ട ഗവർണർമാരെ, ഇത് കേരളമാണ്, ഓർത്തോളണം എന്ന് പറയാൻ SFI ആഗ്രഹിക്കാം. ഇത് കേരളമാണ്, സമര പോരാട്ടങ്ങളുടെ പൈതൃകമുള്ള കേരളമാണ്. അങ്ങനെ RSSന് പുറംവാതിലൂടെ വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ മാത്രമുള്ള കമരക്കരുത്തല്ല ഈ കേരളത്തിന്റെ സമരക്കരുത്ത് നടന്നു. ഇന്ന് അവരതറിയാം. അതിശക്തമായ സമരം SFI മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സന്ധിയുമില്ലാത്ത സമരം ഈ RSSനെതിരായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചമർത്താൻ ശ്രമിക്കുന്നവർക്കെതിരായി നടത്തും. ഇത് SFI വേഴ്സസ് ഗവർണർ സമരം. ഞങ്ങൾ ആവർത്തിച്ച് വീണ്ടും പറയും. ശിവപ്രസാദ്, സമരം ഇവിടെ ഇപ്പോൾ അവസാനിക്കുകയാണോ? ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഈ സമരം ഇന്നത്തെ സമരം നമ്മൾ ഈ നിലയിൽ മാർച്ച് എടുത്തു. നാളെ ഇപ്പൊ പണിമുടക്കാണ്. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും നാളെ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സമരത്തിലാണ്. മറ്റന്നാൾ തുടർന്നുള്ള മാർച്ച് കേരള യൂണിവേഴ്സിറ്റിയിലേക്കും ഒപ്പം തന്നെ രാജ്ഭവനിലേക്കും തുടർന്ന് മാർച്ച് SFI നേതൃത്വത്തിൽ ഇതുപോലെ തന്നെ സംഘടിപ്പിക്കും. ഒരിഞ്ച് SFI പുറകോട്ട് പോകില്ല. ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം, നമ്മുടെ മക്കളുടെ, ഈ കേരളത്തിലെ സാധാരണക്കാരുടെ മക്കൾ, കർഷക തൊഴിലാളികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ, പട്ടിണി പാവങ്ങളുടെ, സാധാരണക്കാരുടെ മക്കൾക്ക് തുച്ഛമായി പഠിക്കാൻ കഴിയുന്ന വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസമാണ്, ഉന്നത വിദ്യാഭ്യാസമാണ്. ആ ഉന്നത വിദ്യാഭ്യാസത്തെ ഒന്ന് തകർത്ത് കളഞ്ഞ് കേരളത്തിനകത്ത് അങ്ങ് ഇറങ്ങി നടക്കാം, ഒന്ന് തെക്കുവടക്ക് നടക്കാം എന്നൊരു ഗവർണറും കരുതേണ്ടതില്ല. ഞങ്ങൾ ചോര കൊടുത്ത് സമരം ചെയ്തുണ്ടാക്കിയ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല, അതിനെ ചോര കൊടുത്തും ജീവൻ കൊടുത്ത് സംരക്ഷിക്കാൻ ഈ കേരളത്തിലെ SFIക്ക് അറിയാം. ആ പണി ഞങ്ങൾ ചെയ്യുക തന്നെ. ഒരു സംശയം വേണ്ടതില്ല. വിസി എന്നത് ഈ രാജ്യത്തെ ഒരു സ്റ്റാറ്റ്യൂട്ട് പദവിയാണ്. ആ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ രാജ്ഭവനിൽ നിന്നോ RSSന്റെ കാര്യാലയത്തിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചല്ല ഈ കേരളത്തിനകത്ത് വിസി പ്രവർത്തിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഈ കേരളത്തിലെ 4 വിസിമാർ ഇന്നലെ സേവാഭാരതിയുടെ പരിപാടിക്ക് പോയി. നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ മൈക്കുമായി പോയി ചോദിച്ചോ, നിങ്ങൾ ഇങ്ങനെ സേവാഭാരതിയുടെ പരിപാടിക്ക് പോകുന്നത് ശരിയാണോ? സംഘപരിവാരത്തിന്റെ പരിപാടിക്ക് പരസ്യമായി ഇറങ്ങി നടക്കുന്നവരായി കേരളത്തിലെ വിസിമാർ മാറുക. എവിടേക്കാ പോകുന്നത്? ആരോടാണ് ഇവർക്ക് കൂറ്? ആരോടാണ് പ്രതിബദ്ധത? കേരളത്തിലെ ഗവൺമെന്റാണ് ശമ്പളം കൊടുക്കുന്ന നല്ല ധാരണ ഇവർക്കൊക്കെ വേണം. കാർലേക്കർ ഗോവയിൽ നിന്ന് കെട്ടുകണക്കിന് പെട്ടിക്കകത്തുകൊണ്ടുവന്ന പണത്തിനെടുത്തിട്ടല്ല ഇവന്മാർക്കാർക്കും ഒറ്റൊരെണ്ണത്തിനും ശമ്പളം കൊടുക്കുന്നത്. അത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ ഫീസിൽ നിന്നും കേരളത്തിലെ മനുഷ്യരുടെ നികുതി പണത്തിൽ നിന്നും കൊടുക്കുന്ന ശമ്പളമാണ്. RSSന് മുന്നിൽ വൈസ് ചാൻസലർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഗവർണറാണെങ്കിൽ പ്രതിഷേധം. ചാൻസലർ അദ്ദേഹം ഓർക്കേണ്ടത്, ചാൻസലർ അദ്ദേഹത്തെ ആരാണാക്കിയത്? അദ്ദേഹത്തിന് തെറ്റിദ്ധാരണയുണ്ട്. അദ്ദേഹം രാജ്ഭവനിലേക്ക് വന്ന് കയറിയപ്പോ അദ്ദേഹത്തിന് കൊടുത്തുവിട്ടതാണ് ചാൻസലർ പദവി എന്നാണ്. അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷനൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾ ഗോവയിൽ പോയി അന്വേഷിച്ചാൽ മതി. മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കുറെ നാൾ നടന്നതാ. ആര്? രാജേന്ദ്ര അർലേക്കർ ഗോവയിൽ. അങ്ങനെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ഗോവൻ തീരത്തൂടെ തെക്ക് വടക്ക് നിരാശനായി അലഞ്ഞു നടന്നപ്പോഴാണ് ഇനി മോനെ നീ ഇനി മുഖ്യമന്ത്രിയാവണ്ട, നിനക്ക് ഞാൻ നല്ലൊരു പദവി തരാം എന്ന് പറഞ്ഞ് രാജ്ഭവനിലെ കസേരയെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഗോവയിലെ BJPക്കാരോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി കസേര കിട്ടാത്തതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ, കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ കേരളത്തിൽ വന്നല്ല കരഞ്ഞു തീർക്കേണ്ടത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം കരയേണ്ടത് BJPയുടെ ഓഫീസിൽ പോയിട്ടാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇടയ്ക്ക് ഈ പണിയും കൊണ്ട് നടന്നാൽ അങ്ങനെ വെറുതെ വിടാനും നമ്മൾ തീരുമാനിച്ചു. പഴയ ഗവർണർക്കെതിരെ സ്വീകരിച്ച അതേ പ്രതിഷേധം പുതിയ ഗവർണർക്കെതിരെ ഉണ്ടോ? ഇത് പഴയ ഗവർണറെന്നോ പുതിയ ഗവർണറെന്നോ എന്ന ചോദ്യത്തിനുള്ള പ്രസക്തിയില്ല. നയമാണ് പ്രശ്നം. രാജേന്ദ്ര അർലേക്കർ ഇവിടെ ഫ്ലൈറ്റ് വന്നിറങ്ങിയപ്പോ SFI കൊടിയും പിടിച്ച് സമരം ചെയ്യാൻ പോയോ? നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങൾ പോയില്ലല്ലോ. ഞങ്ങൾ എപ്പോഴാണ് സമരത്തിലേക്ക് ഇറങ്ങിയത്? ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണോ ആരിഫ് മുഹമ്മദ് ഖാൻ കൈപ്പിടിയിലാക്കാൻ ശ്രമിച്ചത്, സംഘപരിക്കാൻ ശ്രമിച്ചത്, ആ നടപടി സ്വീകരിക്കാൻ അയാൾ തയ്യാറായപ്പോഴാണ് SFI പ്രവർത്തകർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സർവകലാശാലയിൽ ഇരുന്ന് പോകാമെന്ന് ചാൻസലറോ വിസിയോ കരുതണ്ട എന്നടക്കമുള്ള ഭീഷണി അടക്കമാണ് SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. SFI വേഴ്സസ് ഗവർണറാണ് എന്നാണ് പ്രവർത്തകർ പറയുന്നത്. മറ്റന്നാൾ ഈ ഒരു സമരം തുടർന്നു പോകും എന്ന്
അടക്കമുള്ള കാര്യങ്ങളാണ് SFI പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. രാജ്ഭവനിലേക്കും സർവകലാശാലയിലേക്കും പ്രതിഷേധം നടത്തും എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രവർത്തകർ മാധ്യമങ്ങളോട് പറഞ്ഞത്. നമ്മളോടൊപ്പമുണ്ട് ബിനോയ്. ഈ ഒരു SFI വേഴ്സസ് ഗവർണറാണ് ഈ ഒരു സമരം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ തുടർന്നും ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് SFIയുടെ തീരുമാനം. സാധാരണക്കാരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണ് അല്ലെങ്കിൽ പോരാട്ടമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രവർത്തകർ പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്ത് നിലനിൽക്കുന്ന വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഒക്കെ നടക്കുന്ന